ലോകമെമ്പാടുമുള്ള സംഗീത പ്രേമികളുടെ ഹൃദയം കീഴടക്കിയ K-pop സംഗീത സംഘമാണ് BTS. ബട്ടർ, ഡൈനാമിറ്റ്, ഐഡൽ, മൈക്രോബ്, പെർമിഷൻ ടു ഡാൻസ് തുടങ്ങിയ ഹിറ്റ് ഗാനങ്ങളിലൂടെ ലോകമെമ്പാടുമുള്ള സംഗീത ആരാധകരുടെ മനം BTS കവർന്നു. അങ്ങനെ കൊറിയൻ സംഗീതവും ആ സംഗീതധാരയുടെ അരികുപറ്റി വന്ന പുത്തൻ പോപ്പ് സംസ്കാരവും ചെറുപ്പക്കാർക്കിടയിൽ തീക്കാറ്റ് പോലെ പടർന്നു. ഇപ്പോഴിതാ K-pop ആരാധകർക്ക് ഒരു സന്തോഷ വാർത്ത. ഹൈബ് ഇന്ത്യയിലേക്ക് വരുന്നു. BTSന്റെ ഉടമകൾ എന്ന് വിളിക്കാവുന്ന എന്റർടൈൻമെന്റ് കമ്പനിയാണ് ഹൈബ്. അവർ മുംബൈയിൽ ഓഫീസ് തുറക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. BTS താരങ്ങളുടെ പുനഃസമാഗമം കാത്തിരിക്കുകയാണ് സംഗീത ലോകം. അതിനു മുമ്പ് തന്നെ മുംബൈയിൽ ഓഫീസ് തുറക്കാനാണ് ഹൈബ് പദ്ധതിയിട്ടിരിക്കുന്നത്. ഇത് ഇന്ത്യൻ എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയെ എങ്ങനെ മാറ്റിമറിക്കും? ആദ്യം വിശദമായി പരിശോധിക്കുന്നു. ദക്ഷിണ കൊറിയൻ സംഗീത കമ്പനിയായ ഹൈബ് കോർപ്പറേഷൻ ഇന്ത്യയിൽ ശാഖ തുറക്കാൻ ഒരുങ്ങുന്നുവെന്ന വലിയ വാർത്തയുടെ സന്തോഷത്തിലാണ് നമ്മുടെ ജെൻസി. ജൂൺ 30 കൊറിയൻ മാധ്യമങ്ങളിലൂടെയാണ് ഈ വിവരം പുറത്തുവന്നത്. BTS, 17, TXT തുടങ്ങിയ ലോകപ്രസിദ്ധ K-pop ഗ്രൂപ്പുകളുടെ നിർമ്മാതാക്കളായ ഹൈബ് 2025 സെപ്റ്റംബർ അല്ലെങ്കിൽ ഒക്ടോബറോടെ ഇന്ത്യയിൽ പ്രവർത്തനം തുടങ്ങുമെന്നാണ് അറിയുന്നത്. ഇന്ത്യയിൽ K-pop കൾച്ചർ വളർത്താനും ഇന്ത്യയിൽ നിന്ന് റിക്രൂട്ട് ചെയ്യുന്ന ബാൻഡ് മെമ്പേഴ്സിന്റെ ട്രെയിനിങ്ങിനുമായാണ് കമ്പനി സ്ഥാപിക്കുക. ഒക്ടോബർ അവസാനത്തോടെ പ്രാഥമിക നടപടികൾ പൂർത്തിയാക്കുമെന്ന് ഹൈബ് ചെയർമാൻ ബാങ് സി-ഹ്യൂക്ക് അറിയിച്ചു. ഇതിനു മുമ്പ് അമേരിക്കയിലും ലാറ്റിൻ അമേരിക്കയിലും ശാഖകൾ തുടങ്ങി വിജയക്കൊടി പറത്തിയ കമ്പനിയാണ് ഹൈബ്. BTS, 17, ടുമോറോ ബൈ ടുഗദർ, കാറ്റ്സൈ തുടങ്ങി നിരവധി ബാൻഡുകൾ ഹൈബിന്റെ കീഴിലാണ്. ഹൈബ് ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിക്കുന്നതോടെ 2026 BTS നടത്താനിരിക്കുന്ന വേൾഡ് ടൂറിൽ ഇന്ത്യയും ഉൾപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. RDX റാപ്പ് ന്യൂസ് മലയാളം. സൗത്ത് കൊറിയൻ എന്റർടൈൻമെന്റ് കമ്പനിയാണ് ഹൈബ് കോർപ്പറേഷൻ. 2005 ബിഗ് ഹിറ്റ് എന്റർടൈൻമെന്റ് എന്ന പേരിൽ ബാങ് സി-ഹ്യൂക്ക് സ്ഥാപിച്ചു. 2021 കമ്പനിയെ റീബ്രാൻഡ് ചെയ്ത് ഹൈബ് എന്നാക്കി മാറ്റി. ലോകപ്രശസ്ത ബോയ് ബാൻഡ് BTS ഹൈബ് കോർപ്പറേഷന്റെ കീഴിലാണ്. USA, തെക്കേ അമേരിക്ക, ജപ്പാൻ എന്നിവിടങ്ങളിലും ഹൈബ് പ്രവർത്തിക്കുന്നു. ലോകമാകെ K-pop തരംഗം വ്യാപിപ്പിക്കുന്നതിൽ ഹൈബ് വഹിച്ച പങ്ക് വളരെ വലുതാണ്. BTS ബാൻഡ് കൊറിയയിൽ ആദ്യ ഷോ അവതരിപ്പിച്ചത് 2013 BTS ഹിറ്റായതോടെ ഹൈബ് വഴി K-pop തരംഗം ആഗോളതലത്തിൽ വ്യാപിച്ചു. ഹൈബ് വഴി നിരവധി ബാൻഡുകൾ സൃഷ്ടിക്കപ്പെട്ടു. എല്ലാം തരംഗം സൃഷ്ടിച്ചു. ടുമോറോ ബൈ ടുഗദർ, 17, എൻഹൈപ്പൻ, ഇങ്ങനെ ഈ ബാൻഡുകളെല്ലാം ശ്രദ്ധേയമായി വന്നു. അമേരിക്കയിൽ പോലും ഈ കൊറിയൻ തരംഗം ഉണ്ടായി. ഹൈബ് അമേരിക്ക എന്ന പേരിൽ 2021 അമേരിക്കയിൽ പ്രവർത്തനം ആരംഭിച്ചു. കാറ്റ്സൈ എന്ന ഗേൾ ഗ്രൂപ്പ് തുടങ്ങി മാസങ്ങൾക്കകം ബിൽബോർഡ് ചാർട്ടിൽ ഇടം പിടിച്ചു. 2023 ഹൈബ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിച്ചു. ലാറ്റിൻ ബോയ് ബാൻഡ് തുടങ്ങാനുള്ള ഓഡിഷൻ പരിപാടികൾ ഇപ്പോഴവിടെ പുരോഗമിക്കുകയാണ്. ഇവരുടെ കടന്നുവരവ് ഇന്ത്യൻ സംഗീതത്തെ മാറ്റിമറിക്കുമോ എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കാത്തിരിക്കുന്നത്. ഇന്ത്യൻ ജെൻസിയുടെ K-pop താല്പര്യം കണ്ടാണ് ഇന്ത്യൻ സംഗീത വിപണി ഹൈബ് ഉന്നമിടുന്നത്. ഒക്ടോബറോടെ മുംബൈയിൽ പ്രാഥമിക പരിപാടികൾ ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ട്. ഇതോടെ ആഗോള മ്യൂസിക് കോൺസേർട്ടുകൾ നടക്കുന്ന കേന്ദ്രമായി ഇന്ത്യ മാറും. ഇന്ത്യൻ ഗായകർക്കും കലാകാരന്മാർക്കും ആഗോളതലത്തിൽ കൂടുതൽ സാധ്യതകളും തെളിയും എന്നുള്ളതാണ് ഈ സാഹചര്യം. ഈ കാര്യത്തെക്കുറിച്ച് കൂടുതൽ പറയാൻ നമ്മളോടൊപ്പം സരിക സജി കൂടി ചേരുന്നുണ്ട്. സരിക, എന്തായാലും കേരളത്തിൽ നിന്നൊക്കെ പിള്ളേർ കൊറിയനൊക്കെ പഠിച്ച് എങ്ങനെയെങ്കിലും സൗത്ത് കൊറിയയിലേക്കൊന്ന് പോകണമെന്നും BTSലെ പയ്യന്മാരെയൊക്കെ കാണണമെന്നും ഒക്കെ അങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു കാലത്താണ് ഇപ്പോൾ അവരെല്ലാം കൂടെ ഇങ്ങോട്ട് വരുന്നത്. അതുകൊണ്ട് സരിക ഇനിയിപ്പോൾ കൊറിയയ്ക്ക് പോകണ്ട, അവരിങ്ങോട്ട് വരും അത്രേ. അതെ ചേട്ടാ, ഭയങ്കര സന്തോഷമുള്ളൊരു വാർത്തയാണ്. കാരണം ഇന്ന് എന്നെ പോലൊരു K-pop ആരാധികയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരു വാർത്ത ഇത്രയും വലിയ സന്തോഷമുള്ളൊരു വാർത്ത ഇനി വരാനില്ല. അതായത് ഹൈബ് ഇന്ത്യയിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ അതുവഴി BTS കേരളത്തിലേക്ക് ഇന്ത്യയിലേക്ക് എത്തും എന്നൊരു വാർത്ത തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ പലർക്കും ഈ ഹൈബ് എന്താണ് ഹൈബ് എന്ന് പലർക്കും അറിയില്ല. ഇപ്പോൾ നമ്മൾ തന്നെ ഡെസ്കിലിപ്പം വാർത്ത ഹൈബ് ഇന്ത്യയിലേക്ക് വരുന്ന ഒരു വാർത്ത കൊടുത്തപ്പോൾ തന്നെ പലരും അതെന്താ ഹൈബ് എന്നൊരു ചോദ്യം ചോദിക്കും. പക്ഷേ K-pop അല്ലെങ്കിൽ BTS എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അതിനെപ്പറ്റി ഒരു മനസ്സിലാവും, BTS. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തരാം. ഈ ഹൈബ് എന്ന് പറയുന്നത് BTS എല്ലാവർക്കും അറിയാം, ലോകപ്രശസ്തമായ ബാൻഡാണ് BTS. BTS എന്ന് പറയുന്ന ബാൻഡിനെ ക്രിയേറ്റ് ചെയ്ത് അതിനെ വേൾഡിന് മുന്നിൽ അവതരിപ്പിച്ചൊരു കമ്പനിയാണ് നമ്മുടെ ഹൈബ്. അപ്പം BTS എന്ന് പറയുന്ന ഒരു ബാൻഡിനെ സൃഷ്ടിച്ച ഒരു K-pop തരംഗം ഇന്ത്യയിലും ലോകത്തും അമേരിക്ക അതുപോലെ ലോകമെമ്പാടും ഒരു തരംഗം സൃഷ്ടിക്കുന്നതിൽ BTS വഹിച്ച പങ്ക് വളരെ വലുതാണ്. അപ്പോൾ ഈ ഹൈബ് എന്ന് പറയുന്ന കമ്പനിയുടെ പ്രധാന ഉദ്ദേശവും അത് തന്നെയാണ്. ഒരു കൊറിയൻ സംസ്കാരം ലോകമെമ്പാടും സൃഷ്ടിക്കുക, അതുവഴി കൊറിയൻ മ്യൂസിക്കിൻ്റെ വിപണി
ഗ്ലോബൽ മാർക്കറ്റിൽ കൂട്ടുക. അപ്പം അവരങ്ങനെയാണ് ഇപ്പം ബിഗ് ഹിറ്റ് എൻ്റർടൈൻമെൻറ്റ് എന്ന പേരിൽ 2005 ചെറിയൊരു കമ്പനിയാണ് ആദ്യം തുടങ്ങുന്നത്. അപ്പോൾ 2013 BTS അവർ ഡെബ്യൂ ചെയ്യുന്നു. 2016-17 കാലഘട്ടത്തിൽ ഭയങ്കരമായി അവർക്ക് ഫിനാൻഷ്യൽ ക്രൈസിസ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ കമ്പനി പൂട്ടണം എന്ന് തീരുമാനിച്ചിരിക്കുന്ന സമയത്താണ് BTS ഭയങ്കര രീതിയിൽ വലിയൊരു തരംഗം ലോകത്തുണ്ടാവുന്നത്. അപ്പോൾ അതിനുശേഷം BTS ഹിറ്റായപ്പോൾ സ്വാഭാവികമായി അതിൻ്റെ കമ്പനി ഹിറ്റായി. 2021 റീബ്രാൻഡ് ചെയ്തു. അതിനുശേഷം ഹൈബിയുടെ കീഴിൽ പല പല ലേബൽസ് വന്നു. ആ ലേബലുകളിൽ നിന്നാണ് ഇപ്പോൾ നമ്മൾ കേട്ടിട്ടുള്ള എൻഹൈപ്പൻ, ലേസറാഫിം, ന്യൂ ജീൻസ്, അങ്ങനെ ഒരുപാട് ഗ്രൂപ്പുകൾ, ഗേൾ ഗ്രൂപ്പ് ഉണ്ട്, ബോയ് ഗ്രൂപ്പ്, അങ്ങനെ നിരവധി ഗ്രൂപ്പുകളുടെ അവരുടെ പേരിൽ ലോകമെമ്പാടും അറിയപ്പെട്ടു തുടങ്ങി. അപ്പം നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, അത് കഴിഞ്ഞവർ നേരെ നോക്കുന്നത് ഇന്ത്യയാണ്. 2025 അതായത് ഇന്നലെ ജൂൺ 30 നമ്മുടെ ബാങ്സി ഹ്യുക്ക്, നമ്മുടെ ചെയർമാൻ, അതായത് കമ്പനിയുടെ ചെയർമാൻ അറിയിപ്പ്. ഇത്രയും നാളൊരു റൂമർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇന്ത്യയിൽ കമ്പനി വരും എന്ന് നമ്മൾ ഇത് സ്ഥിരമായി ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ റൂമർ കേൾക്കുന്നുണ്ടായിരുന്നു, പക്ഷെ കൺഫേം ചെയ്ത് കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്നലെയാണ് ചെയർമാൻ അറിയിക്കുന്നത് ഇന്ത്യയിൽ ഒരു കമ്പനി തുടങ്ങാൻ പോകുന്നു. അപ്പോൾ ഇത് വലിയൊരു സാധ്യതയാണ്. ഇന്ത്യൻ മ്യൂസിക് മാർക്കറ്റിൽ ഇത് വലിയൊരു സാധ്യതയാണ്. അത് K-pop കമ്പനിയായ നമ്മുടെ ഈ കമ്പനിക്കും അത് ഹൈബിനും വലിയൊരു സാധ്യതയാണ്. അവർ 1.4 ബില്യണിലധികം ആളുകളുള്ള ഇന്ത്യൻ മ്യൂസിക് മാർക്കറ്റ് എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് വലിയൊരു മാർക്കറ്റാണ്. നമ്മുടെ ജെൻസി, അതായത് എൻ്റെയൊക്കെ ഒരു തലമുറ, ഞങ്ങളെന്നൊക്കെ പറഞ്ഞ ഒരു കൊറിയൻ സംസ്കാരത്തിൽ ഇങ്ങനെ ആകൃഷ്ടരായിട്ട് ജീവിക്കുന്ന കുറച്ച് മനുഷ്യരാണ്. ഇപ്പം വേഷത്തിലായാലും ഭാഷയിലായാലും സംസ്കാരത്തിലായാലും എല്ലാം നമ്മളൊരു കൊറിയൻ സംസ്കാരം, ഫുഡിലാണെങ്കിൽ പോലും നമ്മൾ ഒരു കൊറിയൻ സംസ്കാരത്തിലേക്ക് ഇങ്ങനെ ആകർഷിക്കപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പം അവർ ഹൈബ് ഇന്ത്യയിലേക്ക് വരുമെന്ന് പറഞ്ഞാൽ ദൈവമേ BTS ഇനി വരുമോ എന്നൊരു ചിന്തയാണ് നമുക്ക്. അപ്പോൾ ഭാവിയിൽ എന്തായാലും അത് കാത്തിരിക്കാം. എന്തായാലും വൈകാതെ BTS ഇവിടെ എത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിന് ഈ വിഷയം പറയാൻ വിട്ടാൽ ഈ RDX തീർത്ത് കളയും. കേരള പോപ്പ് ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് കൂടുതൽ ആ നിലയ്ക്ക് കൂടി അറിയപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാവട്ടെ. പക്ഷേ സനീഷ്, ഇതിനകത്തൊരു കൗതുകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുതിയ തലമുറ ഉണ്ടല്ലോ, ഇപ്പോൾ ജെൻസി കഴിഞ്ഞു, ജെൻ ആൽഫ എന്നൊക്കെ പറയുന്ന ഈ തലമുറയിൽ ഇപ്പോൾ K-pop മാത്രമല്ല, പുതിയ അതായത് സംഗീതം ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ മുഴുവൻ സമയം ഇവർ കൂടെ കൊണ്ടു നടക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കുറേ മാറിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആദ്യമൊക്കെ എല്ലാവരും വിചാരിച്ചിരുന്നത് സമ്പൂർണ്ണമായും ഇങ്ങനെ ഗെയിമിങ്ങിലേക്കും മറ്റു കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നു. പക്ഷേ ഇതിനെല്ലാം അകമ്പടി സംഗീതം ഉണ്ടല്ലോ. ആ അകമ്പടി സംഗീതവും ഇതിൻ്റെ മാർക്കറ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അങ്ങനെ പലതരത്തിൽ ഇപ്പോൾ ഹോംവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഈ പറയുന്നത് പോലെ എന്താണ് ലോഫൈ സ്റ്റഡി ബീറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു സംഗതിയുണ്ട്. ഹോംവർക്ക് ചെയ്യുമ്പോൾ സൈഡിലിരുന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് എന്നാണ് പറയുന്നത്. ഇതിനകത്തുള്ളത് ഈ ദശാബ്ദങ്ങളോളം അമേരിക്ക ആണ് ഈ സോഫ്റ്റ് പവർ, സാംസ്കാരിക പവർ ഉണ്ടായിരുന്നത് ലോകത്താകെ. അവിടെ റാംബോ, മിഷൻ ഇമ്പോസിബിൾ, സ്റ്റാർ വാർസ് എന്നൊക്കെ പറഞ്ഞ സിനിമകളിലൂടെ ലോകത്തെമ്പാടും അവരുടെ സോഫ്റ്റ് പവർ ഉണ്ടായിരുന്നത്. പക്ഷേ അതിനെ മറിച്ചിട്ടൊരു സംഭവമാണ് ആദ്യം കൊറിയ. കൗബോയ് തൊട്ട്, അതായത് ലോകത്തിൻ്റെ ഈ സാംസ്കാരിക ആധിപത്യം എന്നത് അമേരിക്കയുടെ സാംസ്കാരിക ആധിപത്യമായിരുന്നു. അതിനെ തകർത്ത സംഭവം ഈ കൊറിയയാണ്, ഈ K-പോപ്പിലൂടെയാണ്. അതിനകത്ത് അത് തന്നെയും അമേരിക്ക ഒരു കാരണമാണ് എന്ന് ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ചപ്പോൾ മനസ്സിലാക്കി. അതായത് അവിടെ അമേരിക്കൻ ബേസ്, വലിയ യുദ്ധകാലത്തൊക്കെ ഒരുപാട് അമേരിക്കൻ ബേസ് ഉണ്ടായിരുന്നു. അവിടെയാണ് ഈ കൊക്കക്കോള, ഈ പറയുന്ന പാട്ടുകൾ, റാപ്പ്, റോക്ക് എല്ലാം ഉണ്ടായിരുന്നത്. അപ്പോൾ ആ നഗരങ്ങളോട്, ആ സ്ഥലങ്ങളോട് ചേർന്നുള്ള ചെറുപ്പക്കാർ ഇതോട് ചേർന്നു. അവിടെ ഇപ്പോൾ കൊറിയയിൽ ട്രോട്ട് എന്ന് പറഞ്ഞിട്ടൊരു പരമ്പരാഗത സംഗീത സംഭവമുണ്ട്. അതിപ്പോഴും നമുക്ക് യൂട്യൂബിൽ കേൾക്കാം. പക്ഷെ അതങ്ങോട്ട് മാറിയിട്ട് ഇത് പരമ്പരാഗത സംഗീത അമേരിക്കയുമായി ചേർന്ന് അവരുണ്ടാക്കിയ സംവിധാനമാണ്. പക്ഷേ അമേരിക്കനൈസേഷൻ ചേർന്നതാണ്. പക്ഷേ അത് അമേരിക്കയുടെ വിപണിയെ അങ്ങോട്ട് മാറ്റിക്കളഞ്ഞു. അമേരിക്കയുടെ സാംസ്കാരിക ആധിപത്യം തകർത്തു. അതിപ്പോൾ ഇന്ത്യയിലേക്ക് കൂടെ വരികയാണ്. ആ നിലക്ക് വലിയ ഒരു രാഷ്ട്രീയ പ്രശ്നവും കൂടെ അതിനകത്തുണ്ട്. ഈ പറയുന്ന പോലെ ഒരുപാട് കാലം ഈ ഹാല്യു എന്നാണ് അത്ര ഈ കൊറിയൻ വേവിനെ അവർ വിളിക്കുന്നത്. അപ്പോൾ അത് ഇന്ത്യയിലേക്ക് കൂടെ വരികയും വിപണി, അതൊന്ന് ഈ കമ്പനി മാത്രമല്ല, കൊറിയയിലെ സർക്കാർ തന്നെയും സർക്കാർ സംവിധാനങ്ങൾ തന്നെയും ഇതിനെ വലിയ ഉപാധികളോട് പ്രോത്സാഹിപ്പിച്ചിട്ടാണ് ഈ ഒരു കാര്യം ഏറ്റെടുത്തത്. 1960കളിൽ ഘാനയേക്കാൾ താഴെയായിരുന്നു സാമ്പത്തികാവസ്ഥ കൊറിയയുടേത്. അവിടുത്തെ GDP അത്രയും താഴെയായിരുന്നു. പക്ഷെ അതിപ്പോൾ ഇവർ ഈ മ്യൂസിക് വിറ്റിട്ട് മാത്രമാണ് ഇവർ ഈ നിലയിലേക്ക് വലിയ സാമ്പത്തിക പല തരത്തിൽ അവരുടെ സാമ്പത്തിക നിലയിൽ ഒരു വികസിത രാജ്യം എന്നുള്ള നിലയിൽ K-pop K-ഡ്രാമയുമുണ്ട്. അതെ, K-ഡ്രാമയുണ്ട്. അത് ഏറ്റവും കൊറിയൻ ഡ്രാമയാണ് ഏറ്റവും കൂടുതൽ ഈ
ഇത് ഈ ചെറുപ്പക്കാരെ ആകർഷിക്കുന്നത് കെ പോപ്പ് ആണെങ്കിൽ അതിന് മുമ്പുള്ള ആളുകളുണ്ടല്ലോ അവരെ ആകർഷിക്കുന്നത് കെ ഡ്രാമയാണ് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ സനീഷ്, ഈ കെ പോപ്പ് മാത്രമല്ല ഇതിനകത്തൊരു സാധ്യത എന്ന് നമ്മൾ കാണുന്നത് മൊത്തത്തിൽ സംഗീത മേഖലയൊന്ന് ഉണരും എന്നുള്ളതാണ്. ഇന്ത്യക്ക് വളരെ ഗംഭീരമായ ഒരു സംഗീത പാരമ്പര്യമുള്ള രാജ്യമാണ്. ഇൻഡി പോപ്പ് വേറൊരു തരത്തിൽ ഈ ഏറ്റവും പുതിയ തലമുറ, ഇപ്പോൾ ജന്ന ആൽഫയുടെ കാര്യം എടുത്താൽ ഇപ്പോഴും അവർ ഇൻഡി പോപ്പ് ആസ്വദിക്കുന്ന തലമുറയാണ്. അതായത് ആ പഴയ രൂപങ്ങളെല്ലാം അതുകൂടി ആഘോഷിക്കുന്ന ഒരു തലമുറയാണ് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. എന്തായാലും ലോകം കീഴടക്കിയ കലാ സംഗീത ധാരകളെയെല്ലാം വാരിപ്പുണർന്നവരാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ കലാസ്വാദകർ. 60കളിൽ അമേരിക്കയിൽ രൂപം കൊണ്ട കലാപ്രസ്ഥാനമായിരുന്ന ഹിപ്പി സംസ്കാരത്തെ അതിൻ്റെ രാഷ്ട്രീയം ഉൾക്കൊണ്ടു തന്നെ ഏറ്റെടുത്തവരാണ് ഇന്ത്യക്കാർ. ഉത്തരാഖണ്ഡിലെ ഋഷികേശിൽ ബീറ്റിൽസ് സംഘങ്ങൾ വന്ന് പാർത്ത് സംഗീതാന്വേഷണങ്ങൾ നടത്തിയ ബീറ്റിൽസ് ആശ്രമം നമുക്കറിയാം. പാട്ടും കലാപവും ആത്മീയതയും പ്രകൃതി ചിന്തയും വിമോചന സ്വപ്നങ്ങളും വിവിധ വിദേശ സംഗീതധാരകൾക്കൊപ്പം ഇന്ത്യയിൽ ഇടകലർന്ന് ജനകീയമായിട്ടുണ്ട്. ബോബ് ഡിലനും മൈക്കിൾ ജാക്സണും ജെനിഫർ ലോപ്പസും മഡോണയും ടൈലർ സ്വിഫ്റ്റും അരിയാന ഗ്രാൻഡയും ലേഡി ഗാഗയും ബ്രാഡ്ലി കൂപ്പറും ജസ്റ്റിൻ ബീവറും എല്ലാം ഇന്ത്യൻ യുവത്വത്തെ അതാത് കാലങ്ങളിൽ സ്വാധീനിച്ചിട്ടുണ്ട്. പോപ്പും ഇൻഡി പോപ്പും എന്തിന് ഫ്ലമെങ്കോ സംഗീതവും സാമ്പയും സൽസയും ഈ നിലയ്ക്കുള്ള എല്ലാ താളങ്ങളും ഇന്ത്യയിൽ നോക്കിയാൽ നമ്മൾ ഹിന്ദുസ്ഥാനിയും കർണാട്ടിക്കും പോലെ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തിട്ടുണ്ട്. പുതിയ കാലത്ത് ഒരുപക്ഷെ അതിനേക്കാളേറെ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കെ പോപ്പിൻ്റെ കാലമാണ്. സംഗീതത്തിന് ഭാഷയും ദേശാതിർത്തികളും ഇല്ല. അത് വളർന്ന് വ്യാപിച്ച് ഇടകലർന്നിങ്ങനെ മനുഷ്യകുലമാകെ പടരട്ടെ. പാട്ടുകൾ പടക്കോപ്പുകളെ നിശബ്ദമാക്കട്ടെ.